ഹലോ ഗായ്സ്, ഞാൻ അനൂപ്. ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഹിഡൻ പ്ലേസ് കാണിച്ചു തരാനാണ്. ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞത് ചെല്ലഞ്ചി എന്നാണ് പേര്. ചെല്ലഞ്ചി എന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു 35-40 കിലോമീറ്റർ മാറി നന്ദിയോട് മീൻമുട്ടി ഡാമിന് തൊട്ടടുത്തായിട്ടാണ് ഇത് വരുന്നത്. അതായത് നെടുമങ്ങാട് നിന്നും ചുള്ളിമാനൂർ വന്നിട്ട് അവിടെ നിന്ന് പാണയം പോകുന്ന റോഡാണ് ഈ ഒരു ചെല്ലഞ്ചി വരുന്നത്. അപ്പോൾ ഞാൻ 2 സ്പോട്ടുകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന് ചെല്ലഞ്ചി പാലവും അതിനടിയിലുള്ള അരുവിയും, അത് കഴിഞ്ഞ് ചെല്ലഞ്ചിയിൽ തന്നെ ഒരു ഇരുമ്പ് പാലമുണ്ട്, അവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പണ്ട് ഞാൻ കുഞ്ഞുനാളിൽ വരുന്നതൊക്കെ ആദിവാസി ഊരുകളിലുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡെവലപ്മെന്റ് ആയി പോയത്. അതൊക്കെ വനമാണ്, കാണുന്നൊക്കെ വനമാണ്. ആ വീട് കഴിഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞ് വനം, അതിനകത്ത് ഒരു വനത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇവിടെ റബ്ബറുകൾ തുടങ്ങും. ചില ഭാഗത്ത് പണ്ട് വെട്ടിപ്പിടിച്ച ആൾക്കാർ വെട്ടിപ്പിടിച്ച ഭാഗത്തെല്ലാം റബ്ബർ വരും. അല്ലാതെ ഭാഗത്ത് മറ്റേ അതിലുണ്ടല്ലോ ജെണ്ട, ആ ജെണ്ട എന്ന് പറഞ്ഞാൽ മറ്റേ അതിൽ ഇറക്കണ കല്ലുകളുണ്ട്. നമുക്കിപ്പോ കാണാം, കുറെ കല്ലുകൾ നമുക്ക് പോണ വഴിക്ക് കാണാൻ പറ്റും. ഉള്ള ഒരു കാട് ഏരിയ പോലെ ഉണ്ട് ഗായ്സ്. നമ്മളിന്ന് പാണയം എന്ന സ്ഥലത്തും ചെല്ലഞ്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. ഇതിപ്പോ നെടുമങ്ങാടിന് അടുത്തായിട്ടാണ്. നെടുമങ്ങാട് ചുള്ളിമാനൂർ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പാണയം എന്നടിച്ചാൽ കിട്ടുമായിരിക്കും. ഗൂഗിൾ മാപ്പിൽ കിട്ടോളാ? പാണയം എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ച റൂട്ട് കിട്ടോ? ഓ ആണ്, ഞാൻ കിട്ടും. ചെല്ലഞ്ചി പാലം എന്ന് അടിച്ചാൽ ചെല്ലഞ്ചി ബ്രിഡ്ജ് എന്ന് ഇട്ടാൽ മതി. അങ്ങനെ അടിച്ചാൽ മതി. അപ്പൊ നമ്മളിപ്പോ അത് ആ രണ്ട് സ്പോട്ട് തപ്പിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല വിഷ്വലാണ് കേട്ടോ. എടാ, ഹോൾഡറിന്റെ വീട് തൊട്ടപ്പുറത്താണ്. ഇവിടെ ഹോൾഡർ ഞാൻ കാണിച്ചു. ഈ വളവ് കഴിഞ്ഞാലാണ് ഹോൾഡറിന്റെ വീട്. നമ്മളെ ഹോൾഡർ ഇവിടെയാണോ? ഓ, ഇവന്റെ വീട് ഈ വഴി ഇറങ്ങുമ്പോ രണ്ടാമത്തെ വീടാണ്. ഹോൾഡറിന്റെ വീട് കണ്ടുപിടിച്ചു. ഓ, ഇവന്റെ വീട് തൊട്ടടുത്താണ്. ഇവിടെ മുതല് വനം തുടങ്ങുകയാണ് അല്ലേടാ? ഓ, ഇവിടെ തൊട്ട് സത്യം കേട്ടോ, ഇവിടെ റബ്ബർ കാടൊക്കെ മാറി ഇപ്പം വനം തുടങ്ങുകയാണ്. വനത്തിന്റെ അവിടെ ഫുള്ള് വനം. റിസർവ് ഫോറസ്റ്റ് തന്നെ. റിസർവ് ഫോറസ്റ്റ്. അപ്പൊ തേഞ്ഞി റിസർവ് ഫോറസ്റ്റിനകത്ത് കയറിയ പോലീസ് പിടിക്കുമോ? ഇറങ്ങി നമ്മള് ഫോറസ്റ്റിനകത്ത് കയറുന്നില്ല, റോഡിൽ കൂടെ ജനവാസ മേഖലയെ കൂടെയാണ് പോണത്. വേണമെങ്കിൽ ഫോറസ്റ്റിനകത്ത് നമുക്ക് കയറ്റാം. എന്നിട്ട് വേണം അതിനകത്ത് അക്കേഷ്യ പ്ലാന്റേഷനകത്ത് ആരും അറിയില്ലേ. ഇതുപോലെ ഇതെന്തെങ്കിലും നടക്കും. ഫുള്ള് ട്രൈബൽ ഏരിയ അല്ലോ ഇത്. അങ്ങനെയൊക്കെ ചോദിച്ചാ മുത്തുവിന്റെ ഏരിയയാണ്. അവൻ ഇവിടത്തെ മൂപ്പനാണ്. മൂപ്പൻ. ഇങ്ങോട്ട് ഗൂഗിൾ പേ വല്ലതും കാണോ? ഓ, ഇവിടെ ഗൂഗിൾ പേ അതൊന്നും ഇല്ല. ഇവിടെ ഒന്നും ഗൂഗിൾ പേ ഇല്ല. ഇങ്ങോട്ട് ഗൂഗിൾ പേ എത്തിയിട്ടില്ല. ഇത് പറഞ്ഞാൽ തോട്ടം ഉണ്ടോ? ഇവിടെ ഒരു 10,000-2,500 പറഞ്ഞാണ്ടി ആകത്തുണ്ട്. സീസൺ ആ സമയത്ത് നമ്മൾ വരും, മൊത്തം പറഞ്ഞാവ് പറിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകണം. മൊത്തം പറയേണ്ടി വരുന്നുണ്ട്. 10,000-2,000 പറഞ്ഞവരുണ്ട് അവിടെ. മറ്റേ പച്ച ആകുമ്പോ നമ്മള് കീറിയിട്ട് കഴിക്കുമല്ലേ. പിന്നെ പഴുക്കുമ്പോ മറ്റേ ഈ പഴുത്ത് വീഴുമ്പം നമ്മൾ ആ അരി പറക്കിയിട്ട് കടയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. കുഞ്ഞില് ഇപ്പോഴൊന്നും അല്ല. ഇവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഷഹീനം അഭിഷേക് എന്നൊക്കെയാണ് പേര്. അവന്മാരാണ് ഇവിടത്തെ സ്ഥിര വേട്ടമൃഗങ്ങള്. ഇനി ഈ വേട്ടമൃഗത്തിന്റെ പേര് അഫ്സൽ എന്നാണ്. പയ്യന്റെ കോളേജിൽ പഠിച്ചാണ് കൂടെ നമ്മളെ ഫ്രണ്ട്. മറ്റേ പ്ലാന്റേഷൻ നേരത്തെ അതോടെ. ഇതെന്ത് പ്ലാന്റ്? തേക്കല്ലേ? ഇനി പതുക്കെ പോവേ. തേക്കാണോ ഇത്? യുക്കാലി മരം. നമ്മള് മൂന്നാറൊക്കെ പോകുമ്പോ കാണുന്ന പോലത്തെ ഒരു വ്യൂ. മൂന്നാർ കൊടൈക്കനാലൊക്കെ പോകുമ്പോ കാണുന്ന പോലെ ഒരു വ്യൂ. മൂന്നാർ ഹിൽ ടോപ്പിൽ പോണ സമയത്ത് ഇതുപോലെ കുറെ മരങ്ങൾ നിൽക്കുന്ന സ്ഥലമുണ്ട്. ആ ഒരൊറ്റ വീടുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ വീടേ ഇല്ല. അങ്ങറ്റത്തെ വീടുണ്ട്. ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ പാണയത്ത് പോണത്. പാണയം എന്നത് എങ്ങനെയാണ്ടാ? പാണയം ഇത് തന്നെ പാണയം. എന്തോ അപ്പുറത്താണ് പാണയം. അത് അടിപൊളിയാണ്. അവിടെ എന്തൊക്കെ കാണാനുണ്ട്? അരുവിയാണോ? പോണ വഴിയണ്ടാ. ഇത് റൈറ്റ് സൈഡ് കണ്ട കുറച്ച് റബ്ബറുള്ള കിടപ്പുണ്ട്. അത് പണ്ട് ആൾക്കാർ ഇവിടെ വന്ന് കുടിയേറ്റക്കാർ ഇതായപ്പോ ഉള്ളതാണ്. അത് ചില സ്ഥലത്ത് ഇത്ര രീതിയിൽ അവർ കൃഷി നടത്തി പാട്ട എടുത്തിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ വീഡിയോസിലെല്ലാം കാണുന്നത് ഇവിടെ മുതലാണ് പ്രോപ്പർ ആയിട്ട് അവർ. ഇതാണ് നമ്മൾ എല്ലാ വീഡിയോയിലും കാണുന്ന സ്ഥലം. ഇതുപോലെയൊക്കെ നമുക്ക് ഇനി ഒരുപാടെണ്ണം വഴിയിൽ പോണ വഴിക്ക് കാണാൻ പറ്റും. ഫുള്ള് നല്ല കാറ്റല്ലേ? ഉച്ചക്ക് വെയിലുണ്ടെങ്കിൽ ഇവിടെ വെയിലില്ല. ഇവിടെ വെയിലൊന്നും ഇവിടെ വെയിലില്ല. ഇവിടെ ഒരുപാട് പേര് സേവ് ദ ഡേറ്റും മറ്റേ വർക്കിനായിട്ടൊക്കെ ഇവിടെ വരുന്നതാണ്. ഇവിടെ വരുന്നതാണ്. അങ്ങോട്ട് കാണുടാ. ഓ സെറ്റ് ഗൈസ്, അടിപൊളി. വണ്ടി ആ പുള്ളി നമ്മളിപ്പോ ഇടിച്ചാനാ ഗൈസ്. പോട്ടെ പാവം. എടാ പക്ഷെ അടിപൊളിയായിട്ട് നോക്ക്. വനം തന്നെ. ആ വഴിയാണോ പോണ്ടേ? അവര് പോയി കറങ്ങി അപ്പുറത്തെ റോട്ടിൽ കയറാം, അത്ര തന്നെ. പക്ഷെ അടിപൊളിയായിട്ട് നമുക്ക് മോറിലൊരു ഇവിടെ വന്ന് അടിപൊളി വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാം കേട്ടാ. ഇവിടെ ബസ് ഉണ്ടല്ലേ? ബസ് സർവീസ് ഉണ്ടോ? ഇതാണ് ഏറ്റവും ബസ് സർവീസ് തന്നെ. ഇനി നമുക്ക് അങ്ങോട്ട് പോണ്ടേ? നേരെ ഇങ്ങോട്ട് പോയാ ഇതുപോലത്തെ കുറച്ച് വ്യൂസ് ഇറങ്ങിയിട്ട് നമുക്ക് കറങ്ങി വരാടാ. ഈ വഴി പോകും. ഏത് നേരെ? ഈ വഴി കറങ്ങി അപ്പുറത്ത് കട്ട് ചെയ്യാൻ പറ്റൂടാ.
ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് പണ്ടത്തെ പഞ്ചമിയുടെ കളിസ്ഥലം. ഇപ്പോഴും കളി സ്ഥലം തന്നെ. ഞാൻ വെറുതെ പറഞ്ഞല്ല, പഞ്ചമിയുടെ കളിസ്ഥലം എന്ന് തന്നെയാണ് സ്ഥലത്തിന്റെ പേര്. ഇതല്ലടാ, മറ്റേതാണ്. ഇതിപ്പോ ഇവര് ഫുട്ബോൾ കളിക്കുന്നത്. ഇല്ല, മറ്റേതാണ്. ഇത് പഴയതാണല്ലേ? അവിടെ പനയോട്ട പഞ്ചമിയുടെ കളിസ്ഥലം എന്നുകൊണ്ട് വേറൊരു സ്ഥലം ഉണ്ട് ഗൈസ്. ഇതല്ലാതെ ഈ വഴി പോകുമ്പം വലിയ വീടൊന്നുമില്ല. ഇങ്ങോട്ട് നമുക്ക് കറങ്ങി പോണം കേട്ടോ. അപ്പൊ എന്നെ തറ തള്ളി ഇടും. അതേ പട്ടികളൊക്കെ ഇടും. നോക്കി പോണേ. ഇവിടെ നല്ല റോഡ് മീറ്റർ നല്ല കട്ടറാണ്. ഞാൻ മിക്കവാറും ഇവിടെ ഒന്നും കിടക്കും. ഇല്ല, ഞാൻ പറയണ പോലെ പോയാൽ മതി. ഈ റൈറ്റ് പിടിച്ച് പോ. അത്രയും കഴിഞ്ഞാൽ മതി, പിന്നെ കട്ടറില്ല. റബ്ബർ കാട്. വെള്ളം ഉണ്ടായിരുന്നു. അത്രയും ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഈ വെള്ളം ഇപ്പൊ കിടക്കുന്നു. നമ്മൾ നിൽക്കുന്ന ഈ കയ്യിൽ ഇതാ ഇപ്പൊ തൂണുണ്ടല്ലോ, ഈ തൂണിന്റെ ബേസ് വരെ വെള്ളം ഉണ്ടായിരുന്നു. ഈ വാഴത്തോപ്പ് മൊത്തം വെള്ളമായിരുന്നു. ഇത് നല്ലൊരു മഴ വരണ സമയത്ത് നീ ഇവിടെ വന്നു നോക്ക്. ഈ പാല ക്രോസ് ചെയ്യണം. ഞാൻ എത്ര തവണ ഈ പാല വെള്ളത്തിൽ കൂടെ ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? വെള്ളം ഇതുവരെ കയറി കിടക്കൂ. പിന്നെ കൊള്ളം തൊട്ടപ്പുറത്ത് ഡാമാട്ടാ. കുളിക്കുന്നൊക്കെ ഉണ്ടോ അവിടെ? കുളിക്കാതെ പിന്നെ അവിടെ ഉണ്ടാ ചൂണ്ടയിടണത്. ഇത് ചൂണ്ടയിട്ടോണ്ടിരിക്കണ. ഇതാണ് ചെല്ലഞ്ചി 6. ചെല്ലഞ്ചി പാലമാണ് നമ്മൾ കണ്ടത്. ചെല്ലഞ്ചി പാലത്തിൽ പോയിട്ട് നമുക്ക് ആറി വരാം. ആറി ഇറങ്ങാൻ പറ്റും? അങ്ങോട്ട് പോകാൻ പറ്റുമോ? എല്ലായിടത്തും ഇറങ്ങാൻ പറ്റും, പക്ഷെ എല്ലായിടത്തും കയങ്ങളാണ്. ഇവിടെ അകത്തിറങ്ങി കുളിക്കുന്ന കാര്യമല്ല, സൈഡിൽ നിൽക്കാല്ല. സൈഡിലൊക്കെ നിൽക്കുക. അകത്തിറങ്ങി കുളിക്കരുത്. അപ്പുറത്ത് സ്ത്രീകൾ കടവും, ഇവിടെയാണ് ആണുങ്ങളാ ഇവിടെ ബോയ്സ് ഇറങ്ങി കുളിക്കുന്നത്. ഇവിടെയാണല്ലേ? ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാറകളൊക്കെ റെയറായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇവിടെ വെള്ളം കുറവാണെന്ന് തോന്നല്ലേ? വെള്ളം വേനലായോണ്ട് വെള്ളം. പേപ്പാറ ഡാമിന്റെ താഴെയാണോ? അല്ല, പിന്നെ ഇതേത് ഡാം? മീൻമുട്ടി ഡാം. തൊട്ടപ്പുറത്തൊരു മീൻമുട്ടി ഡാമുണ്ട്. അതിന്റെ അവിടെയാണ് മിക്കയിടത്തും. എന്താ ഇവിടെയൊക്കെ പണ്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. മീൻ ഇവിടെ ഈ ചൂണ്ടയിടാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. മിക്കയിടത്തും ചൂണ്ടയിടാൻ ആൾക്കാർ വരുന്നുണ്ട്. ലെഫ്റ്റ് നമുക്ക് ആദ്യം പോയി കറങ്ങി എന്നിട്ട് ഈ പാലത്തിന്റെ അടിയിൽ പോവാം. ഓക്കെ, നമുക്ക് ആദ്യം പാലം കാണാൻ. ഈ പാലമാണ് ചെല്ലഞ്ചി പാലം അല്ലേ? ചെല്ലഞ്ചി പാലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറയുന്നതായിരിക്കും. കണ്ടോ, അച്യുതാനന്ദന്റെ കാലത്ത് ഇതിന് ഇട്ടതാണ്. ഇപ്പോഴാണ് ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും. വൈകുന്നേരങ്ങളിൽ ഇവിടെ സ്ഥലം കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇവിടെ വൈബാണ്. എല്ലാവരും ഈ രണ്ട് പാലത്തിലും വ്യൂ കാണാൻ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. വലിയ പാലം അല്ലേ? അതിലടാ പറഞ്ഞ എന്തോ ഒരു ബഹുമതി ഇതുണ്ട്. പൊക്കത്തില, നീളത്തിലല്ല, പൊക്കത്തില, ഇങ്ങനെ എന്തോ ആണ്. അടിപൊളി കാര്യം. ഞാൻ വണ്ടി അപ്പുറത്ത് കേട്ട് കാണിച്ചു തരാം. വണ്ടി അപ്പുറത്ത് ഇവിടെ തന്നെ ഒതുക്കാറ്റി. ആ ഡ്യൂക്ക് ഇരിക്കുന്ന അങ്ങോട്ട് പോയാണ്. ഇന്ന് സ്പോട്ടുകളൊക്കെ കാണിച്ചു തരാം ഞാൻ. ഇതൊക്കെ ഹിഡൻ സ്പോട്ടുകളാണ്. നമ്മളിത് അവിടെ പോയിരുന്നാണ് സ്മോൾ അടിക്കുന്നത്. എവിടെ ഇതൊന്നും കട്ട് ചെയ്ത് കളയണേ, ഇതൊക്കെ ബ്ലറാക്കണേ പയ്യ. ഈ വഴി കാരണം വെച്ചാൽ വീട്ടുകാർ കുടുംബക്കാർ. ഇത് മൊത്തം കാടാണല്ലോ, അങ്ങോട്ട് കാടാണല്ലേ? അത് ഒരു കിലോമീറ്ററോടെ കഴിഞ്ഞാൽ കല്ലറ പഞ്ചായത്തായി. കല്ലറ കയറാൻ പറ്റും. ഓക്കെ, ഇതാണ് ചെല്ലഞ്ചി പാലത്തിന്റെ സൈഡ്. ഇവിടെയൊക്കെ വണ്ടി ഒതുക്കിയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ ഇറങ്ങിയിട്ട് ചൂണ്ടയിടാനും ഓരോ കന്ന ഇത് അങ്ങനെയല്ലേ അവിഹിതത്തിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇതൊന്നും കേട്ടിട്ടാരും മീൻ പിടിക്കണുണ്ട്, കുളിക്കുന്ന ടീമുകളുണ്ട്. ഓ നോക്കി അടിപൊളി. ഇതുണ്ട് അവിടെ അവന്മാര് ചൂണ്ടയിടാനുള്ള പരിപാടിയിലാണ്. ഒന്ന് പയ്യന്മാരിക്കുന്നുണ്ടല്ലേ. സത്യം പറഞ്ഞ ഇവിടെ വെള്ളം ഇല്ലാത്തതാണ്. വെള്ളം ഉള്ള ഈ ഇതുവരെയും വെള്ളമാണ്. കറക്റ്റ് പറയണെങ്കിൽ പണ്ട് പറയണ ഇത് ആ ഒരു കന്നുകാലി കിടക്കണ അതുവരെ വെള്ളം ഉണ്ടായിരുന്നു. അത്രയും വെള്ളം കയറിയാണ് അവിടെ പാലം മൊത്തം നിറഞ്ഞിട്ട് പോയിട്ടുള്ളത്. വൈകുന്നേരങ്ങളിൽ ഒരു 6 മണിക്ക് ശേഷം ഇവിടെ വൈബ് എന്ന് പറഞ്ഞാൽ വൈബാണ്. വൈകിട്ട് നല്ല കാറ്റും ഉണ്ടായിരിക്കും അല്ലേ? പിന്നെ മഴയൊക്കെ സെറ്റാണ്. അടിപൊളിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വെള്ളം ഇല്ല കേട്ടാ. വെള്ളം നല്ല കുറവാ. നല്ല കുറവ്. ഈ ഒരു സമയത്തൊക്കെ ഇവിടെ പാറലൊക്കെ വന്ന് ഇരിക്കാൻ തോന്നുന്നു. വെള്ളം കുറവായുണ്ടല്ലേ? എപ്പോഴാണ് കൂടി വരുന്നതെന്ന് പറയാൻ പറ്റും. വെള്ളം ആ ഡാം മഴ പെയ്താൽ മീൻമുട്ടി ഡാം തുറക്കും. അങ്ങനെയാണെങ്കിൽ പാടാണ് ഗൈസ്. അപ്പോൾ ഈ പ്ലേസ് വന്നിട്ട് ചെല്ലഞ്ചി പാലത്തിന്റെ താഴെയാണ്. ഇത് കാണുന്നതാണ് ചെല്ലഞ്ചി പാലം. നമ്മളിതിന്റെ മുകളിൽ കൂടെയാണ് നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം അതിന്റെ സൈഡിൽ ഇറങ്ങിയിട്ട് സൈഡിൽ കൂടെ ഈ ഒരു വഴി വന്നിട്ട് നമ്മൾ അകത്തോട്ട് നടക്കുകയാണ്. ഇവിടെയാണ് പയ്യന്മാരൊക്കെ വന്ന് കുളിക്കുന്ന സ്ഥലം, കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. പയ്യന്മാരൊക്കെ വന്ന് ഇരിക്കുന്ന സ്ഥലം. ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഈ ഒരു സ്പോട്ടിൽ ഇറങ്ങുന്നതാണ് ബെറ്റർ എന്നാണ്. ഇവിടെ ആഴയില്ല. അപ്പുറത്തോട്ട് നേരത്തെ കാണിച്ചിടത്തൊക്കെ ഭയങ്കര ആഴവും കയങ്ങളും ഉള്ളതാണ്. അവിടെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. എത്ര നീന്തൽ അറിയാൻ പറ്റുന്ന ചെളിയിൽ താന്നു പോയാലേ പറ്റും, പ്രശ്നമാണ്. ഇവിടെ വലിയ സീനില്ലല്ലേ? ഇവിടെ നമുക്ക് നിലം കാണാൻ പറ്റോടാ.
പോയാലും തോല അവിടെ നമുക്ക് പിടിച്ച് കിടക്കാം. അവിടെ പാലത്തിന്റെ അതുണ്ടല്ലോ, അവിടെ ഒന്നും വെള്ളമില്ല. ഇതിന്റെ ഇടയിലൊക്കെ പിടിച്ചിറങ്ങാം. പിന്നെ ഇഞ്ചുറി പറ്റേയുള്ളൂ, കയ്യോ തലയോ എന്തായാലും പോവും, കിട്ടാനുള്ളത് കിട്ടും എന്തായാലും. ഇവിടെ വെള്ളം കുറവാണ് ഇപ്പൊ. പിന്നെ ആഴമുള്ളത് അപ്പുറത്താണ്. അവര് വിളിക്കുന്നോണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട. അതെ ആളില്ലാത്തത് അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. നമ്മളകത്തോട്ട് പോവുകയാണ്. ഇങ്ങനത്തെ ഏരിയകളിൽ വന്ന വെള്ളത്തിന് ഭയങ്കര പഞ്ഞുവാണോ? ഐ മീൻ കുടിവെള്ളത്തിന് ക്ഷാമം വരും. പക്ഷെ ദൈവമായിട്ട് നമുക്ക് അവിടെ ഓരോരോ തെങ്ങ് നിർത്തിയിട്ടുണ്ട്. ദാഹിക്കുമ്പോ കരിക്കിട്ട് കുടിക്കുക. നീ കയറുമ്പോണ്ടല്ലേ നമുക്ക് നിഖിലെന്ന് പറയുന്ന ഒരുത്തം ഉണ്ടായിരുന്നു. പണ്ട് സാമി വണ്ടാടത്ത് വലിഞ്ഞ് കയറണമല്ല, വലിഞ്ഞങ്ങ് കയറിക്കോളൂ. അണ്ണാ കുഞ്ഞ് കയറണമല്ല കയറിക്കോളൂ. ഇത് റബ്ബർ കാടാ ഈ സൈഡ് മൊത്തം. കുറച്ച് റബ്ബർ കാടുണ്ടാ, പണ്ട് എടുത്തതൊക്കെയാണ്. ഇത് ആറിൻ്റെ ഇതാണ്. മനുഷ്യൻ വെട്ടിപ്പിടിക്കാത്ത സ്ഥലങ്ങൾ ഉണ്ടാടാ. സ്ട്രൈറ്റ് പോയാൽ വേറൊരു സ്പോട്ടിലോട്ട് പോവാം. നമുക്ക് അതിന് മുന്നേ ഈ കാട്ടിന്റെ ഇടയിൽ ഒരു സ്പോട്ട് ഉള്ളതായിട്ട് അറിയാൻ പറ്റൂലല്ലോ. ഇല്ല, വാ ഇവിടെ സ്പോട്ട്. എടാ ഇത് ഇങ്ങനെ സ്പോട്ട് ആവണത് ഈ വാടേ. എടാ ദാ ഇറങ്ങി പോണം, എവിടേക്ക് കൊണ്ടുപോകണം. അഫ്സൽ കാ ഹുക്കും. ഇതൊക്കെയാണ് വേസ്റ്റ്, പ്ലാസ്റ്റിക്, ഓരോരോ പ്ലാസ്റ്റിക് ഇവിടെ മൊത്തം നല്ല രീതിയിൽ നശിപ്പിക്കുന്നുണ്ട് വരുന്ന ആൾക്കാർ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് വന്നപ്പോൾ ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടം വരെ ആ നൂല് കിടക്കണ വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം മഴ കുറവല്ലേ, ഇനിയിപ്പോ ചൂടാണ്, വേനൽക്കാലാണ് പറഞ്ഞു. ഇപ്പം ഏതാ വൃത്തിയേട്ടന്മാരെ ഒന്ന് തീയിട്ടിട്ട് പോയേക്കണം ഇന്നലെ. അളിയാ നിന്നാണ് എൻ്റെ ഉമ്മാണ് സത്യം. എന്താ ഈ കല്ലിൻ്റെ വണ്ടയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കാല് മൊത്തം വെള്ളമായിരുന്നു പണ്ട്. ഇവിടെ ഇപ്പൊ വലിയ ആഴമില്ല. ഇവിടെ ഇരുന്നാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. തീർന്നില്ല, പോവാണ്ട്. കുറച്ച് വൈകിട്ടൊക്കെ അടിപൊളിയാണല്ലേ. ഇവിടെ അങ്ങ് ഇരുന്നാൽ മതി, വൈകുന്നേരം ആയിക്കോളും. നമ്മളങ്ങ് ഇരുന്ന് പോകും. കാറ്റുണ്ട്, നല്ല കാറ്റുണ്ടോ? കാറ്റുണ്ട്. വേണമെങ്കിൽ തന്നെ തൊട്ടപ്പുറത്ത് മീൻമുട്ടി ഡാമും കൊണ്ട് കാണിച്ചു തരാം. പിന്നെ അങ്ങോട്ടുള്ള ഭാഗമൊക്കെ, അതായത് പച്ചപ്പ് അടി കാണാൻ പറ്റാത്ത രീതി ഇവിടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആ ഏരിയയിലോട്ടൊന്നും എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ, കാരണം പോയിട്ടില്ല. നല്ല ആഴം ഉണ്ടെന്നാണ് കേട്ടത്. മീൻമുട്ടി ഡാമിൽ എന്ന് പറഞ്ഞ വെള്ളമാണല്ലേ ഇവിടെ? ഡാം തുറന്നാൽ വെള്ളം പെട്ടെന്ന് കയറും, പൊങ്ങും. ഇങ്ങോട്ട് സൂക്ഷിക്കണം കേട്ടോ. ഈ വഴി നടക്കാം. ആ വഴി ഭയങ്കര ടാസ്ക് കണ്ടാ. ആ കാട്ടിന്റെ ഇടയിൽ കൂടെ ഇറങ്ങിയാൽ ഈ വഴി നമുക്ക് കാറ്റിന്റെ കാര്യമൊക്കെ കൂടെ പോയില്ലെങ്കിൽ ഇത് മുകളിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യേണ്ടി വരും. അടിപൊളി കേസ്, അടിപൊളി. ഞാൻ പണ്ടൊരു ഈരാറ്റിൻ പുറം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ഉള്ള സ്ഥലത്തിനേക്കാളും അതിന്റെ ഒരു 10 ഇരട്ടി വലിയ സ്ഥലം പോലെയാണ് തോന്നണം എനിക്ക്. അത് നല്ല രസമായിരുന്നു. ഇതും ഇവിടെ ഒരുപാട് സ്പോട്ടുണ്ട്, പക്ഷെ ഒരുപാട്. അവിടെ ഏകദേശം ഒരു 2 സ്പോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അടിപൊളി. അതൊരു ചെറിയൊരു കാവ് പോലെയാണ്, ശിവലിംഗമാണ്. അതല്ലേ അവിടെ ശിവലിംഗം ഇരിപ്പുണ്ടേ, വിളക്കൊക്കെ വെക്കും. ഇതൊക്കെ ഉള്ളതാണ്. അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, പ്രത്യേക ദിവസങ്ങൾ മാത്രമേ അതുള്ളൂ. പിന്നെ അറിയാമല്ല, എല്ലാ നാട്ടിലും കുറച്ച് സാമൂഹിക വിരുദ്ധരുണ്ട്. വന്ന് പ്ലാസ്റ്റിക് ഇടലും കുപ്പിയെടുത്ത് എറിയലും പൊട്ടിക്കലും. നല്ല രസമാണ്. ഒരു ചെറിയൊരു ദിവസത്തെ പിക്നിക്കിന് വരാനുള്ള പരിപാടിയുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കണേണ്ടാ. സാധാരണ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ചെളിയടാ, ഇതൊക്കെ ചെളി, വെള്ളത്തിന്റെ ചെളികളാണ്. നമ്മളിതൊക്കെ വെള്ളത്തിൽ കൂടെയാണ് നടക്കേണ്ടത്. ഇതൊക്കെ കണ്ട വെള്ളത്തിന്റെ ഇതുകളാണ്. അപ്പൊ ഇപ്പം മീൻമുട്ടി ഡാം തുറന്നു വിട്ടാൽ നമ്മൾ എടുത്തോണ്ട് പോകും? ഇല്ല, നമുക്ക് അറിയാൻ പറ്റും. വെള്ളം കയറണ അനുസരിച്ച് അറിയാൻ പറ്റും. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതൊന്നും കണ്ടിട്ടുള്ളതായിട്ട് ഓർമ്മയില്ല. വെള്ളമാണ് ഇവിടെ. ഇപ്പൊ തോണ്ട അവിടെ ഒരു കുളിക്കുന്ന സ്പോട്ടാണ്. ഇതോ പിന്നെ അതുപോലത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം. നോക്കി കല്ലുകളൊക്കെ നല്ല പയ്യന്മാര് ഇവിടെ നിന്നാണ് കുളിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളല്ല. അവിടെ വിശാലമായിട്ടുള്ള സ്പോട്ടാണ്. വെള്ളം കുറവാണെന്നേ ഉള്ളൂ. കിടില സ്പോട്ട്. ഇതുപോലത്തെ കല്ലിൽ കൂടെ ഒക്കെ വേണം നടന്ന് പോവാൻ. ഇപ്പൊ സാധാരണ വെള്ളമായിരിക്കും, ഇപ്പൊ കല്ലാണ്. പായലേറി കിടക്കണുണ്ടോ? ഇവിടെയൊക്കെ വെള്ളം വരുന്നു. ഇന്നത്തെ വ്ളോഗ് ഞാൻ അഫ്സലിന് കൈമാറുകയാണ്. അഫ്സലാണ് ഇന്നത്തെ വ്ളോഗർ. ഇവിടെയൊക്കെ ഓക്കെയാണ്. ആ സ്പോട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു വിശാലമായിട്ടുള്ളൊരു കുളിയായിരിക്കും. ഇവിടെയൊക്കെ നല്ല സിലോപ്പികളും ആറ്റുകളെയൊക്കെ അറിയാന്നുള്ളവരെന്ന് പറഞ്ഞാൽ കിട്ടും. സെറ്റ്. ശരി, എല്ലാം അറിയാം ഇവിടെ അതിനെ പറ്റി. ഇവിടെ തന്നെയായിരുന്നാ നീ ജനിച്ചത് വളർന്നേക്ക്?
അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മുത്തു എന്ന് പറയുന്ന ഒരുത്തം ഉണ്ടായിരുന്നു. അവൻ ചങ്കാണ്, നിന്നെ പോലത്തെ ഒരു ചങ്കാണ്. നീ കോളേജിലെ ചങ്കാണെങ്കിൽ അവൻ സ്കൂളിലെ ചങ്കാണ്. പണി കിട്ടിയല്ല. നീ 2 കല്ലിഞ്ഞെടുത്താണ്, 2 കല്ലെടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് മറ്റേ കല്ലിഞ്ഞെടുത്ത ഒന്ന് പിടിച്ച എങ്ങനെ അടിപൊളി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറക്കിയിട്ടാ പോരെ. നീ വെയിറ്റ് ട്രിവിയൻ വ്ളോഗർ അടിച്ചു നോക്കടാ. പിന്നെ അഫ്സലിന് ഇവിടെ എല്ലാവരും അറിയാം. വന്നപ്പോൾ അഫ്സലിന്റെ ഫ്രണ്ട്സിനെ കണ്ടു നമ്മള്. ഇല്ല, മെയിൻ പയ്യെ ഇവിടെ ഇല്ല, ക്യാമ്പിലായിപ്പോടെ. മുത്തു എൻ്റെ മുത്തു ഇല്ല ഇവിടെ. ഇത് കണ്ട ഗൈസ്, അവിടെയാണ് നമ്മൾ പോയിരുന്നു കുളിക്കണത്, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം. അവിടെ ചൂണ്ടയിട്ടാ മതിയടാ, നല്ല വാളകളും ഇതൊക്കെ ഉള്ളതാണ്. വേണമെങ്കിൽ അങ്ങോട്ടും കൂടെ പോവാ. എനിക്ക് വയ്യ, അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല. നടക്കാൻ പറ്റുമോ? നടക്കാനെന്ന് വെച്ചാ ഈ വഴി കട്ട് ചെയ്ത് വനം കയറണം. വനായി ഇതൊക്കെ വനമാണ്. ഒരു കുളിക്കുന്ന റബ്ബർ ഇതോ അതുവരെ റബ്ബറുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇനി വനമാണ്. ചേട്ടാ ഒരു മറ്റേ യൂട്യൂബിൽ വീഡിയോ എടുക്കണമേ, ഒന്ന് കാണിച്ചു കൊടുക്കാൻ തരിക. പേര് മരണപ്പെട്ടിട്ടുള്ള ഏരിയകളാണ് ഈ ചെല്ലഞ്ചി. നീന്ത അറിയാന്നുള്ളവരും മരണപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാലേ അറിയാന്നുള്ളവരും മരണപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ എവിടെയാണ് ചുഴികളെന്ന് അറിയാൻ പറ്റില്ല, കല്ലുകളുണ്ട്. അന്ന് എപ്പോഴാണ് ഇടിക്കണേന്ന് പറയാൻ പറ്റില്ല. കല്ലാറ് പോലല്ലോ, നീ ഇവിടുത്തെ കല്ലിന്റെ ഇത് കണ്ട ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിലാണ് നല്ല വെള്ളം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് ഈ കല്ലിൽ തന്നെ ഒന്ന് അടിച്ച് ബോധം പോയാൽ പിന്നെ തീർന്നല്ലടാ. ഈ കല്ലിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒക്കെ കണ്ടാവും, ഉടക്കിയെങ്കിൽ ഇരുന്നാ മതി. പിന്നെ നമ്മൾ വെള്ളം എടുത്ത് കല്ലാണ്. ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ഡേഞ്ചറസ് ആണ്. ഒരു കൊല്ലത്തിന്റെ ഇടയ്ക്ക് എന്തോ ഒരു മരണം ഉണ്ടായില്ലേ? ഒരു മരണം ഉണ്ടായില്ലേ? 2 മരണം. അവിടെയൊക്കെ ഞാൻ കടന്നിട്ടുണ്ട്. പിള്ളേർ പയ്യന്മാരൊക്കെ കുളിക്കുന്നുണ്ടല്ലേ? പയ്യന്മാര് കുളിക്കുന്നുണ്ടല്ലേ? ഇവിടെ എല്ലാരും കുളിക്കൂടാ. നീ ഡ്രസ്സ് വരാമെങ്കിൽ നമുക്ക് ഇപ്പൊ കുളിക്കാം. അത് ഇവിടെ അല്ലേ, ഇത് അങ്ങോട്ട് നോക്കടാ. ഈ വെള്ളം നീ നോക്കണ്ട, ഇത് കെട്ടി കിടക്കണ വെള്ളം. ഒരു പശു എന്നും പറഞ്ഞ് അവിടെ ഇടയിലെ ഒന്ന് കിടക്കാം. വന്നേ ഇങ്ങ് വാടാ. വിശ്വസിച്ച് ഇവിടെ നിന്ന് വെള്ളമുള്ള സമയത്തൊന്നും ഈ പാറയൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റൂല. പാറയുടെ ജസ്റ്റ് മുകൾ ഭാഗം മാത്രം. നീ കണ്ടല്ല ചിലതിന്റെയൊക്കെ പായൽ പിടിച്ചിട്ടേക്കണതിന്റെ. അതുകൊണ്ട് എവിടെയൊക്കെ പാറ ഉണ്ട്, എവിടെയൊക്കെ കുഴികളുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പല ഷേപ്പിലാണ് കിടക്കണത്, കല്ലാറ് പോലെ അല്ല. ഇത് കണ്ട ചെറിയൊരു ഇവിടെ ഇറങ്ങാൻ പറ്റുമോടാ? ഇവിടെ ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങാനൊക്കെ പറ്റും, ഇറങ്ങാതിരിക്കുന്നതാണ് ബുദ്ധിയല്ലേ. ഞാനാണെങ്കിൽ അങ്ങനെ വലുതായിട്ട് ഇറങ്ങൂല, കാരണം ഇവിടെ നല്ല ആഴം ഉണ്ടെന്നാണ് എനിക്ക് തോന്നണം. അവിടെയൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ അല്ലേ? ഇത് ഇവിടെ ഇത്തിരി ആഴം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ ആഴം കാണും, കാരണം വെള്ളം ഇങ്ങനെ വന്ന് അടിക്കുന്ന സ്ഥലമല്ലേ. നല്ല വ്യൂ. പിന്നെ ഇവിടെയൊക്കെ ചൂണ്ടയിടാറുണ്ടോ? പക്ഷെ വൈകിട്ട് നല്ല ഒരു സ്ഥലല്ലേ. ഒരു മഴയൊക്കെ ഉണ്ടാക്കി പീസായിരിക്കും, പക്ഷെ വഴുക്കലാവും. വഴുക്കലാവും മഴയത്ത്, പക്ഷെ നല്ല പീസായിരിക്കും അല്ലേ. അത് നമ്മൾ നേരത്തെ വന്ന അറ്റത്തൂടെ വരണം, വഴുക്കലുണ്ടാവും. അപ്പോൾ ഇതാണ് ചെല്ലഞ്ചി പാലത്തിന് താഴെയുള്ള ഹിഡൻ സ്പോട്ട്. എന്നെ പറയാം, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ അല്ലേ? അല്ലല്ല, ഈ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം. വരുന്നവരെന്ന് പറഞ്ഞാൽ ആ പാലം വഴി നോക്കിയിട്ട് ഇങ്ങ് പോവേ ഉള്ളൂ. ഇങ്ങോട്ടൊന്നും ആരും വരാറില്ല. ഇങ്ങോട്ട് ഒരുപാട് വരാറുണ്ട് കേട്ടോ, ഒരുപാട് നടന്ന് വരാം. അറിഞ്ഞൂടാത്ത വരുന്നവർ ഇറങ്ങുമ്പോഴാണ് ആക്സിഡന്റ് പറ്റുന്നത്, മരണപ്പെടുന്നത്. അതെ. ഇവിടെ ഉള്ള ആൾക്കാർ കുറച്ച് പേര് ഇറങ്ങുന്നുണ്ട്. ഞങ്ങളും വന്ന് ഒരുപാട് ദൂരം നടന്ന് കണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി സീനറിയാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് ചെല്ലഞ്ചി റിവർ. ഇവിടെ മീൻമുട്ടി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാം. ഗൈസ്, നമ്മളിപ്പോൾ ഇരുമ്പ് പാലം തേടിയാണ് പോണത്. ചെല്ലഞ്ചിക്ക് അടുത്ത് ഇരുമ്പ് പാലം എന്നൊരു സ്ഥലമുണ്ട്, തപ്പിയാണ് പോണത്. കറക്റ്റ് അറിഞ്ഞുകൂടാ, പോണ വഴി കാണാം. പോണ വഴി അടിപൊളിയാണ് കേട്ടോ, കാട്ടിനകത്തൂടെയൊക്കെയാണ് പോണത്. ഒന്നാമത് കാടാണിത് അല്ലേ, ഒരു ഏരിയ മൊത്തം കാടാണ്, കണ്ടില്ലേ? ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ പോണത്. റോഡൊക്കെ ഉണ്ട്, വീടുകളൊന്നുമില്ല. ഇവിടെ ട്യൂബ് ലൈറ്റ് ഒന്നും ഇല്ല അല്ലേ? പോസ്റ്റ് കറണ്ട് ഉണ്ടെന്നേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ഇവിടെയൊക്കെ കാട്ടുപന്നി അതൊക്കെ ഇറങ്ങുമായിരിക്കും. എല്ലാം ഉണ്ട്, പക്ഷെ ഒത്ത റബ്ബർ വിളയുണ്ട്. അതാണ് ഗൈസ് തൂക്കുവാല. അങ്ങോട്ട് പോവാം ഗൈസ്. ഇപ്പോൾ നമ്മളിതായി ചെല്ലഞ്ചി ഇരുമ്പ് പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ചെല്ലഞ്ചി ഇരുമ്പ് പാലം. ഇത് പണ്ടാരെങ്കിലും കെട്ടിയാണോ ബ്രിട്ടീഷുകാർ? എന്താണെന്ന് അറിഞ്ഞൂടാ, പഴക്കം ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ അടിപൊളിയാണ്, നല്ല വ്യൂ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇൻട്രോ എടുക്കാം. ചവിട്ടി പൊളിക്കുമോ നീ? ഇവിടെ തറയിൽ പോയാൽ എനിക്ക് നീന്താൻ പോലും അറിഞ്ഞൂടാ. അതുകൊണ്ട് നല്ല ആഴമുണ്ട് കേട്ടാ, ചെറുതൊന്നും അല്ല. നല്ല ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുള്ള ഏരിയ ഇവിടെ നിന്നൊക്കെ അത് കണ്ടാ കാണുന്നത് മീനിന്റെ ഒരു ചെറിയൊരു കൂട്ടായിട്ടാണ് കാണുന്നത്.
ഇവിടെ അടിപൊളിയായിട്ട് മീൻ കിട്ടും ഇവിടെ. നിഖിലില്ലാതെ പോയി. നിഖിലിനെ ഞാൻ ഇവിടെ ഒരുപാട് ഓർക്കുന്നു. നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ മീൻപിടുത്തക്കാരനാണ്. മീനുണ്ടെന്ന് അറിയോടാ? അത് തന്നെ ഗൈസ്, ഇവിടെ ഒരുപാട് മീനുണ്ട്. അവര് വല ഇടുന്നുണ്ടോ? അവിടെ ഒരു ടീം, അവിടെ ഒരു ടീമുണ്ട്, ചൂണ്ടയിടുന്ന ടീം. ചൂണ്ടയും വല വരെ എറിയുന്നുണ്ട്. അപ്പൊ എത്രത്തോളം മീനുണ്ടായിരിക്കും ഇവിടെ? എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ അടിപൊളി ചൂണ്ട എടുത്തോണ്ട് വരാൻ. ഇത് മൊത്തം തേക്കാണ്. യൂക്കാലി മരം. ഇതൊക്കെ തേക്കാ. തേക്ക് നിനക്ക് എന്താന്ന് അറിയോ? വലിയ ഇലയുള്ളതാണ് തേക്ക്. ഫുള്ള് വനം. പാണയം. മനസ്സിലായല്ലേ? അതാണ് പ്ലസ് പോയിന്റ്. ഇതുവഴിയായിരിക്കും അല്ലേ? ഇതുവഴിയാണ് പറഞ്ഞത്. ആ വഴിയിലാണ് പറഞ്ഞു. ഇതാണ് ജണ്ട. ഇതിന് ജണ്ട എന്ന് പറയും. ഫോറസ്റ്റിന്റെ അതിര് കാണിക്കുന്നതാണ് കേട്ടാ. ഇത് പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ? പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ? ഇത് വനോടാ. ഇത് വനം. ഇത് വനം. ഇത് ഇപ്പുറത്തുള്ളത് റിസർവ് ഫോറസ്റ്റ്. പുല്ല് ഇറങ്ങി. ഇത് റബ്ബർ വള. ഇത് റബ്ബർ വള, പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇതിനിപ്പുറം ഉള്ളത് ഗവൺമെന്റ് പ്രോപ്പർട്ടി, റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. ഇതാണ് ജണ്ട. അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ആർക്കും തന്നെ അറിഞ്ഞുകൂടാത്തൊരു സ്പോട്ടാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഒരുപാട് സ്പോട്ടുകൾ ഞാൻ കാണിച്ചു തരാം.